ആവേശ പെരുമഴ പെയ്തിറങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത് കഴിഞ്ഞാൽ നമ്മൾ ഏറെ നേരമായി കാത്തിരുന്ന 21 ചുണ്ടൻ വള്ളങ്ങളുടെ കുതിച്ചുചാട്ടത്തിന് സാക്ഷിയാകും ആ ഓളപ്പരപ്പുകൾ. അതിനായുള്ള കാത്തിരിപ്പിലാണ്, ആവേശത്തിലുള്ള കാത്തിരിപ്പിലാണ്. 4 ലക്ഷത്തിലധികം കാണികളാണ് ഈ മത്സരം വീക്ഷിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഈ മത്സരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഓരോ വള്ളങ്ങളുടെ ഫാൻസുകാരായ നിരവധി മനുഷ്യർ. അങ്ങനെ ഒരു നാടിന്റെ സംസ്കാരത്തിന് അടയാളപ്പെടുത്തലായ വള്ളംകളി ആവേശത്തിന് തുടക്കമാകാൻ അല്പസമയം മാത്രം. വിഷ്ണു, തുടരാം. ഒരുപക്ഷെ കഴിഞ്ഞ സമീപകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണികളെത്തിയ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി അതിതായിരിക്കും. അത്രമേൽ ജനസമ്പന്നമാണ്. ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ അവഗണിച്ച പുന്നമടയുടെ ഉത്സവത്തെ കാണാൻ, കുട്ടനാടിന്റെ ഉത്സവത്തെ കാണാൻ ആളുകൾ ഓരോന്നായി എത്തിക്കഴിഞ്ഞു. പുന്നമടക്കായലിന്റെ ഇരുവോരങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ട്രാക്ക് കൺട്രി പുരോഗമിക്കുകയാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പായിപ്പാടും ചുണ്ടനിലേറി എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തലവടി ചുണ്ടൻ UBCയുടെ കരുത്തിൽ വരും. അതോടൊപ്പം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടനുമായി എത്തും. അങ്ങനെ എല്ലാവരും നിരണം ബോട്ട് ക്ലബ്ബ് നിരണം ചുണ്ടനുമായി എത്തും. എല്ലാവരും അല്പസമയത്തിനകം ട്രാക്കിലേക്ക് എത്തും. 3 മണിയോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ശക്തമായ പോരാട്ടം. ഒരുപക്ഷെ ഹീറ്റ്സിലടക്കം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും ഹീറ്റ്സുകൾ പൂർത്തിയാക്കാൻ പോകുക. 1, 2, 3 മുതൽ 6 ഹീറ്റ്സ് വരെ ഇത്തവണയുണ്ട്. 4 ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 5ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളുണ്ട്. 6ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത് 3ാമത്തെ ഹീറ്റ്സിലാണ്. ചമ്പക്കുളം ചുണ്ടൻ, തലവടി ചുണ്ടൻ, അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടൻ ചുണ്ടൻ, അങ്ങനെ ആലപ്പാടൻ ചുണ്ടൻ, ഇങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ പോരാടുന്ന ഹീറ്റ്സ് 3 ഇത്തവണത്തെ ഏറ്റവും ശക്തമായ മരണ ഹീറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരം നടക്കാൻ പോകുന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ ആവേശകരമായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങൾ പോലും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാത്രമായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങളിലെ ചുണ്ടന്മാരുടെ വിജയം. അതിൽ എടുത്തു പറയേണ്ടത് 3ാം ഹീറ്റ്സ് തന്നെയാണ്. ചമ്പക്കുളവും തലവടി ചുണ്ടനും മേൽപ്പാടം ചുണ്ടനും ഒക്കെ നേർക്കുനേർ വരുന്ന അതിശക്തമായ തീപിടിച്ച ഫൈനൽ കണക്കെ ആവേശമുണ്ടാകുന്ന ഹീറ്റ്സ് മത്സരമായിരിക്കും ഹീറ്റ്സ് 3 എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഹീറ്റ്സ് താണ്ടി സെമിഫൈനൽ താണ്ടി ഫൈനലിലേക്ക് എത്തുമ്പോൾ ആരാകും ആ ജലപ്പരപ്പിന്റെ രാജാവെന്ന കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന്റെ ആവേശത്തിലാണ് കുട്ടനാടും ആലപ്പുഴയും ഒപ്പം കേരളവും. അതിനുള്ള തുടക്കം, അതിനുള്ള ഉദ്ഘാടനം, അതിനുള്ള സമയം ഏറെക്കുറെ ആയിരിക്കുന്നു. അങ്ങനെ 21 ചുണ്ടൻ വള്ളങ്ങൾ ഗജവീരന്മാർ എന്ന കണക്കെ ഓളപ്പരപ്പിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ജലരാജാവ് ആരാകുമെന്ന കൗതുകത്തിൽ, ആ ആവേശത്തിൽ വർഷങ്ങളായി അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിശീലനത്തിന്റെ പരിസമാപ്തിയിൽ വിജയം ആര് കൈയാളുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം. വിഷ്ണുവാണ് വിശദാംശം നൽകിയത്. വിഷ്ണു, എപ്പോഴായിരിക്കും ഉദ്ഘാടനം പ്രതീക്ഷിക്കേണ്ടത്? അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഹീറ്റ്സ് മത്സരങ്ങൾ ഈ കണക്കിലാണെങ്കിൽ 3 മണിക്ക് കൃത്യമായി തുടങ്ങാനുള്ള സാധ്യതയുണ്ടോ? സുഹേലി, കനത്ത മഴയാണ്. മഴയെ അവഗണിച്ചുകൊണ്ട് കുട്ടനാടിന്റെ ജലോത്സവം കാണാൻ 1 ലക്ഷത്തിലധികം ആളുകൾ ഈ പുന്നമടക്കായലിന്റെ ഇരുവോരങ്ങളും എത്തിയിട്ടുണ്ട്. 3 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് നിലവിൽ സംഘാടകർ വ്യക്തമാക്കുന്നത്. 2:30 തന്നെ എല്ലാ നടപടിക്രമങ്ങളും, ഉദ്ഘാടന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. ഓരോ ടീമുകളായി ട്രാക്കിലേക്ക് എത്തിത്തുടങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 1.5 മാസത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഓരോ ക്ലബ്ബുകളും ട്രാക്കിലേക്ക് എത്തുന്ന കാഴ്ച. ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തിയെ കുറിച്ച് പറയാതെ വള്ളംകളി ചരിത്രം, കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രം പൂർത്തിയാകില്ല. 2018 പായിപ്പാട്, 2019 നടുഭാഗം, 2022 മഹാദേവികാട് കാട്ടിത്തെക്കേതില്, 2023 വീയപുരം, 2024 കാരിച്ചാൽ. അങ്ങനെ തുടർച്ചയായി 5 തവണ കിരീടം നേടിയ ടീം ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണുള്ളത്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്നാണ് പേര്. ഇത്തവണ ഞങ്ങൾ തുടർച്ചയായി 6ാമത്തെ കിരീടം ലക്ഷ്യമിട്ട് വരികയാണ്. 6ാമത്തെ കിരീടം ലക്ഷ്യമിട്ട് വരുന്നത് അത് ഞങ്ങളുടെ മേൽപ്പാടൻ പുത്തൻചുണ്ടനിലാണ്. 2024 മാത്രം നീരണിഞ്ഞ മേൽപ്പാടൻ പുത്തൻചുണ്ടൻ 129 അടി നീളത്തിൽ 83 തുറക്കാരും 5 അമരക്കാരുമായി എത്തുന്ന മേൽപ്പാടൻ പുത്തൻചുണ്ടനിൽ UBC കൈനഗിരിയെ വെല്ലുവിളിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 3ാം ഹീറ്റ്സിൽ ഇറങ്ങുമ്പോൾ അത് ചരിത്രമാകും. കഴിഞ്ഞ തവണ ആ ഹീറ്റ്സിൽ 14.14 എന്ന മാജിക്കൽ നമ്പറിൽ ഫിനിഷ് ചെയ്ത പള്ളാത്തുരുത്തി കരുത്ത്, അത് ഒരുപക്ഷെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആരും തന്നെ ഇത്രയും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചിട്ടില്ല. ആ കാഴ്ചവെച്ച പോരാട്ടം ഇത്തവണയും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഉള്ളത്. മറിച്ച് UBC കൈനഗിരി 3ാം സീസണിൽ അല്ലെങ്കിൽ 3ാമത്തെ ഹീറ്റ്സിൽ ഏറ്റുമുട്ടുന്നത് UBC കൈനഗിരിയും PBCയും തമ്മിലാണ്. ഒരുപക്ഷെ സ്പാനിഷ് ഫുട്ബോൾ ലീഗിൽ റിയൽ മാഡ്രിഡും
ബാഴ്സലോണ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെ, ഫുട്ബോളിൽ ബ്രസീലും അർജന്റീന എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെ, മൂന്നാം ഹീറ്റ്സിൽ പള്ളാത്തുരുത്തിയും UBCയും PBCയും UBCയും ഏറ്റുമുട്ടുന്ന ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് കാഴ്ചക്കാരാകാൻ വേണ്ടിയാണ് ഈ ആളുകൾ വന്നു ചേർന്നിരിക്കുന്നത്. ആരെല്ലാം ആയിരിക്കും ഫൈനലിലേക്ക് എത്തുക, ആരായിരിക്കും നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കിരീടവുമായി അവരുടെ കരകളിലേക്ക് പോകുക എന്നതിന് ഇപ്പോഴും ഒരു ഉത്തരം നൽകാനായിട്ടില്ല. കാരണം അത്രമേൽ ശക്തമായ പ്രാക്ടീസുകളാണ് ഇവിടെ നടന്നത്. പല സമയങ്ങൾ, ഒരുപക്ഷെ 4.20 സമയത്തൊക്കെ പ്രാക്ടീസിൽ തുഴയെറിഞ്ഞ ടീമുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആരായിരിക്കും കിരീടം നേടുക എന്ന് ഈ നിമിഷം ഒരു ഘട്ടത്തിലും പറയാനാകില്ല. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങൾ. ഗജവീരന്മാർ കണക്കി അണിനിരക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ, ഹൃദയതാളത്തിൽ വള്ളക്കളി ഇനമേകി ആർത്തു വിളിക്കുന്ന കാണികൾ. അക്ഷരാർത്ഥത്തിൽ ആവേശമെന്നാൽ ആലപ്പുഴയിലെ വള്ളംകളിയാകുന്ന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ജലപ്പരപ്പിലേക്ക് ആഞ്ഞുകുത്തുന്ന തുഴയിലും ഗതിവേഗത്തിന്റെ മത്സരാവേശത്തിന്റെ ആവേശം, ആഘോഷം.